Mm. Okay. Okay, good. उसने म्यूट ചെയ്തോ അതുല്യ എനിക്ക് RBC സബ്സ്റ്റിറ്റ്യൂട്ട് വരാം Okay, good. നിഷാന എന്താണ് പ്ലാസ്മ എക്സ്പാൻഡേഴ്സ്? ഓക്കെ. ഷെമീന എന്താണ് ക്രിസ്റ്റലോയിഡ്സ്? ഓക്കെ. ഷംന what do you mean by colloids? Okay, good. Risana, okay, what are the use of plasma expanders? Okay, good. Okay, good. Shekhana, okay, what are the contraindications? Okay, side effects കൂടി പറ. ഓക്കെ, ഇത്രയാണ് ഇന്നലെ എടുത്തത്. നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. അടുത്ത ടോപ്പിക്ക് എമിറ്റിക്സ്. അടുത്ത ഹെഡിങ് കൊടുക്കാം, എമിറ്റിക്സ്. എമിറ്റിക്സ് ഓൾറെഡി കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. അതിൽ വരുന്ന ഡ്രഗ്സിനെ കുറിച്ചൊക്കെ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഓക്കെ, ഇവിടെ ജസ്റ്റ് നോക്കാം. എമിറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രഗ്സ് ദാറ്റ് പ്രൊഡ്യൂസ് ഓർ ഇൻഡ്യൂസ് വോമിറ്റിംഗ് ഈസ് കോൾഡ് എമിറ്റിക്സ്. അതായത് എമിറ്റിക്സ് എന്ന് പറഞ്ഞ ഡ്രഗ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വോമിറ്റിംഗ് ഉണ്ടാക്കാൻ, പ്രൊഡ്യൂസ് ചെയ്യാൻ, വോമിറ്റിങ്ങിനെ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ മീൻസ് എന്താ പറയുക, പ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്ന ഡ്രഗ്സിനാണ് എമിറ്റിക്സ് എന്ന് പറയുന്നത്. വോമിറ്റിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രഗ്സിനാണ് എമിറ്റിക്സ് എന്ന് പറയുന്നത്. ഡ്രഗ്സ് ദാറ്റ് പ്രൊഡ്യൂസ് ഓർ ഇൻഡ്യൂസ് വോമിറ്റിംഗ് ഈസ് കോൾഡ് എമിറ്റിക്സ്. ഡെഫിനിഷൻ ക്ലിയർ ആയോ? ഓക്കെ. Okay, drugs that produce or induce vomiting is called emetics. അതായത് എമിറ്റിക്സ് എന്ന് പറഞ്ഞ ഡ്രഗ്സ് വോമിറ്റിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡ്രഗ്സ് ആണ്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് സബ് ഹെഡിങ് ക്ലാസിഫിക്കേഷൻ. Okay, in that first one, 3 classifications ആണ് വരുന്നത്. അതിൽ ഒന്നാമത്തെ classification stimulants of capital letters C, T, Z. Stimulants of C, T, Z. Okay, അതാണ് ഒന്നാമത്തെ classification. C, T, Z എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. Okay, കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ളതാണ്. C, T, Z എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് നാളെ പറയാം. Okay, stimulants of C, T, Z. Okay, അതിൽ വരുന്ന 2 ഡ്രഗ്സ് ആണ് ഇവിടെ എക്സാമ്പിൾസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. Okay, in that first one apomorphine. Apomorphine. Second one morphine. Okay, apomorphineും morphineും അങ്ങനെ 2 ഡ്രഗ്സ് ആണ് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത്.
ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ സ്റ്റിമുലൻസ് ഓഫ് CTZ. Then അതിന് എക്സാമ്പിൾസ് അപ്പോമോർഫിൻ ആൻഡ് മോർഫിൻ. ക്ലിയർ ആയോ? ഓക്കെ. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ഇറിറ്റൻസ് ഓഫ് ഗ്യാസ്ട്രിക് മ്യൂക്കോസ. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ഇറിറ്റൻസ് ഓഫ് ഗ്യാസ്ട്രിക് മ്യൂക്കോസ. ഓക്കെ, ആ ക്ലാസിഫിക്കേഷനിൽ രണ്ട് ഡ്രഗ്സ് കൊടുത്തിട്ടുണ്ട്. ഇൻ ദാറ്റ് മസ്റ്റാർഡ്, ഒന്നാമത്തെ ഡ്രഗ് മസ്റ്റാർഡ്. രണ്ടാമത്തത് സോഡിയം ക്ലോറൈഡ്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ വരുന്നത് ഇറിറ്റൻസ് ഓഫ് ഗ്യാസ്ട്രിക് മ്യൂക്കോസ. എക്സാമ്പിൾസ് മസ്റ്റാർഡ് ആൻഡ് സോഡിയം ക്ലോറൈഡ്. ഓക്കെ. ദെൻ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ both CTZ stimulant and irritant effect. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ both CTZ stimulant and irritant effect. ഓക്കെ, അതിൽ രണ്ട് ഡ്രഗ്സ് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ഇപ്പിക്വാക്വാന ആൻഡ് ഡിജിറ്റാലിസ്. ഓക്കെ, ഇപ്പിക്വാക്വാന ആൻഡ് ഡിജിറ്റാലിസ്. സ്പെല്ലിംഗ് നിങ്ങൾ വാട്സപ്പിൽ നിന്ന് എഴുതിയെടുക്കാം. ഓക്കെ, both CTZ stimulant and irritant effect. That ഇപ്പിക്വാക്വാന ആൻഡ് ഡിജിറ്റാലിസ് എന്ന് പറഞ്ഞ രണ്ട് ഡ്രഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ക്ലാസിഫിക്കേഷൻ ക്ലിയർ ആയോ? ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ സ്റ്റിമുലൻസ് ഓഫ് CTZ. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ഇറിറ്റൻസ് ഓഫ് ഗ്യാസ്ട്രിക് മ്യൂക്കോസ. തേർഡ് ക്ലാസിഫിക്കേഷൻ both CTZ stimulant and irritant effect. Is it clear? Clear ആയോ? Okay. Next, side effects. Okay, in that salivation, diarrhea, lethargy. Salivation എന്നാ ഉമിനീര് കൂടുക. Then diarrhea ഉണ്ടാകും. Then lethargy, ക്ഷീണം ഉണ്ടാകും. Okay, salivation, diarrhea and lethargy. Is it clear? Okay. Next, contraindications. First one, hypovolemic or comatose. അതായത് കോൺട്രാഇൻഡിക്കേഷൻ പറഞ്ഞിരിക്കുന്ന ഹൈപ്പോവോളിമിക് അല്ലെങ്കിൽ കൊമാറ്റോസ്. അങ്ങനെ പറഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിക്രീസ്ഡ് വോളിയം ഓഫ് സർക്കുലേറ്റിംഗ് ബ്ലഡ്. സർക്കുലേറ്റ് ചെയ്യുന്ന ബ്ലഡിന്റെ വോളിയം കുറയുന്നതിനെയാണ് ഹൈപ്പോവോളിമിക് എന്ന് പറയുന്നത്. ഓക്കെ, ഹൈപ്പോവോളിമിക് ഓർ കൊമാറ്റോസ്. ഓക്കെ, എന്താണ് ഹൈപ്പോവോളിമിക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഡിക്രീസ്ഡ് വോളിയം ഓഫ് സർക്കുലേറ്റിംഗ് ബ്ലഡ്. ദെൻ സെക്കൻഡ് കോൺട്രാഇൻഡിക്കേഷൻ ഹൈപ്പോക്സിക് എന്ന് പറഞ്ഞാൽ ആബ്സെൻസ് ഓഫ് എനഫ് O2 ഇൻ ദ ടിഷ്യൂ. കലകളിൽ എന്താ പറയാ, മതിയായിട്ടുള്ള അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള ഓക്സിജൻ ലഭിക്കാത്ത സിറ്റുവേഷനെയാണ് ഹൈപ്പോക്സിക് എന്ന് പറയുന്നത്. ഓക്കെ, ടിഷ്യൂസിൽ ഓക്സിജൻ കറക്റ്റ് ആയിട്ട് കിട്ടാത്തതിനെയാണ് ഹൈപ്പോക്സിക് എന്ന് പറയുന്നത്. ആബ്സെൻസ് ഓഫ് എനഫ് O2 ഇൻ ദ ടിഷ്യൂ. ദെൻ ഡിസ്നീക്. അടുത്തത് ഡിസ്നിയ എന്ന് കേട്ടിട്ടുണ്ടാവും. ഡിസ്നീക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡിഫിക്കൽട്ട് ബ്രീത്തിങ്. ഡിസ്നീക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫിക്കൽട്ട് ബ്രീത്തിങ്. ആ ഒരു കണ്ടീഷനിലും കോൺട്രാഇൻഡിക്കേഷൻ ആണ്. ദെൻ നെക്സ്റ്റ് കോൺട്രാഇൻഡിക്കേഷൻ അൺഎബിൾ ടു സാലോ മീൻസ് വിഴുങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻസിൽ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ CNS സ്റ്റിമുലന്റ് ഡ്രഗ് പോയിസണിങ്. അതായത് CNS-നെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഡ്രഗ് പോയിസണിങ് ഉണ്ടെങ്കിൽ എന്താണ് കൊടുക്കാൻ പറ്റത്തില്ല. ദെൻ ലാസ്റ്റ് വൺ കെറോസിൻ പോയിസണിങ് മീൻസ് കെറോസിൻ എന്താണ്? ആരെങ്കിലും പറ, കെറോസിൻ എന്ന് പറഞ്ഞാൽ എന്താ? എനിവൺ? ഓക്കെ, ഗുഡ്. ഓക്കെ, മണ്ണെണ്ണ മീൻസ് മണ്ണെണ്ണ കുടിക്കുന്ന സന്ദർഭങ്ങളിലൊന്നും നമുക്ക് ആ ഒരു പോയിസണിങ് കേസിലൊന്നും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. വോമിറ്റിംഗ് ഉണ്ടാക്കാൻ സാധിക്കില്ല. ഓക്കെ, ഇത്രയാണ് കോൺട്രാഇൻഡിക്കേഷൻസ് വരുന്നിരിക്കുന്നത്. ഒന്നാമത്തത് ഹൈപ്പോവോളിമിക് ഓർ കൊമാറ്റോസ്. രണ്ടാമത്തത് ഹൈപ്പോക്സിക്. മൂന്നാമത്തത് ഡിസ്നീക്. നാലാമത്തത് അൺഎബിൾ ടു സ്വാലോ.
നെക്സ്റ്റ് വൺ CNS സ്റ്റിമുലന്റ് ഡ്രഗ് പോയിസണിങ്. അതായത് CNS സെൻട്രൽ നെർവസ് സിസ്റ്റത്തെ സ്റ്റിമുലന്റ് ചെയ്യുന്ന രീതിയിലുള്ള ഡ്രഗ്സ് പോയിസൺ ചെയ്ത് മീൻസ് എന്താ പറയാ സൂയിസൈഡ് ടെൻഡൻസി, ആ സൂയിസൈഡ് ചെയ്യുന്ന സിറ്റുവേഷൻസിലൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ കെറോസിൻ പോയിസണിങ്, അതായത് മണ്ണെണ്ണ കുടിച്ചിട്ടുള്ള ആ ഒരു കേസിലൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല ഈ എമിറ്റിക്സ്. ഓക്കെ, ക്ലിയർ ആയോ? Is it clear? Okay. Okay. Next, indication. Indication, acute poisoning. First one, acute poisoning. പെട്ടെന്നുള്ള പോയിസണിങ്ങിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ തന്നെ കോൺട്രാ ഇൻഡിക്കേഷൻസ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കെറോസിൻ പോയിസണിങ്ങിൽ പറ്റത്തില്ല, അതുപോലെ തന്നെ CNS സ്റ്റിമുലന്റ് ഡ്രഗ് പോയിസണിങ്ങിലൊന്നും പറ്റത്തില്ല എന്ന് ഓൾറെഡി പറഞ്ഞതാണ്. ഇവിടെ ഇൻഡിക്കേഷൻ അക്യൂട്ട് പോയിസണിങ്, പെട്ടെന്നുണ്ടാകുന്ന പോയിസണിങ്ങിലാണ് യൂസ് ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് വൺ അക്യൂട്ട് ഇൻഡൈജഷൻ. അക്യൂട്ട് ഇൻഡൈജഷൻ, പെട്ടെന്ന് എന്താ പറയാ ദഹിക്കാത്ത സന്ദർഭങ്ങളിൽ, ചില ഫുഡ്സ് ഒക്കെ ദഹിക്കാത്ത സന്ദർഭങ്ങളിലൊക്കെ കൊടുക്കും. ഓക്കെ, ഇൻഡൈജഷൻ ദഹനം നടക്കാത്ത സന്ദർഭങ്ങളിലും കൊടുക്കും. അങ്ങനെ രണ്ട് ഇൻഡിക്കേഷൻ ആണ് വരുന്നത്, അക്യൂട്ട് പോയിസണിങ് ആൻഡ് അക്യൂട്ട് ഇൻഡൈജഷൻ. ക്ലിയർ ആയോ? Is it clear? ഓക്കെ, ഡ്രഗ്സ് ഓൾറെഡി പഠിച്ചതാണ്. ഇത്രയാണ് എമിറ്റിക്സ്. ഓക്കെ, നെക്സ്റ്റ് ഹെഡിങ് കൊടുക്കാം ആന്റി എമിറ്റിക്സ്. അടുത്തത് ആന്റി എമിറ്റിക്സ്. ഓക്കെ, ഇൻ ദാറ്റ് ഡ്രഗ്സ് ദാറ്റ് പ്രിവെന്റ് വോമിറ്റിംഗ്. ഡ്രഗ്സ് ദാറ്റ് പ്രിവെന്റ് വോമിറ്റിംഗ്, അതാണ് ആന്റി എമിറ്റിക്സ്. അതായത് വോമിറ്റിങ്ങിനെ തടയാൻ ഉപയോഗിക്കുന്ന ഡ്രഗ്സിനെയാണ് ആന്റി എമിറ്റിക്സ് എന്ന് പറയുന്നത്. എമിറ്റിക്സ് എന്ന് പറഞ്ഞാൽ വോമിറ്റിംഗ് ഉണ്ടാക്കുന്നത്, ആന്റി എമിറ്റിക്സ് എന്ന് പറഞ്ഞാൽ വോമിറ്റിങ്ങിനെ തടയുന്ന ഡ്രഗ്സിനെയാണ് ആന്റി എമിറ്റിക്സ് എന്ന് പറയുന്നത്. ഡ്രഗ്സ് ദാറ്റ് പ്രിവെന്റിംഗ് വോമിറ്റിംഗ്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ്. സബ് ഹെഡിങ് കൊടുക്കാം ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ പ്രോകൈനറ്റിക്സ്. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ പ്രോകൈനറ്റിക്സ്. ഓക്കെ, അതിൽ ഡ്രഗ്സ് എക്സാമ്പിൾസ്. ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ മെറ്റോക്ലോപ്രമൈഡ്. രണ്ടാമത്തത് ഡോംബറിഡോൺ. ഓക്കെ, ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ പ്രോകൈനറ്റിക്സ് ആണ്. അതിൽ രണ്ട് ഡ്രഗ്സ് ആണ് എക്സാമ്പിൾസ് കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തത് മെറ്റോക്ലോറോപ്രമൈഡ് ആൻഡ് ഡോംബറിഡോൺ. ദെൻ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ വരുന്നത് ആന്റി മസ്കാരിനിക്സ്. ഓക്കെ, അതിൽ രണ്ട് ഡ്രഗ്സ് വരുന്നുണ്ട്. ഒന്നാമത്തത് ഹയോസിൻ, രണ്ടാമത്തത് മെക്ലോസിൻ. ദെൻ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആന്റി ഹിസ്റ്റാമിൻസ്. ഓക്കെ, അതിലും രണ്ട് ഡ്രഗ്സ് എക്സാമ്പിൾ ആയിട്ടുണ്ട്. ഒന്നാമത്തത് സൈക്ലിസിൻ, രണ്ടാമത്തത് പ്രോമെത്താസിൻ. ദെൻ നാലാമത്തെ ക്ലാസിഫിക്കേഷൻ വരുന്നത് ന്യൂറോലെപ്റ്റിക്സ്. ഓക്കെ, അതിന് എക്സാമ്പിൾസ് ഒന്നാമത്തത് ക്ലോർപ്രോമാസിൻ, രണ്ടാമത്തത് പ്രോക്ലോർപ്രമാസിൻ. ഓക്കെ, ഒന്നാമത്തത് ക്ലോർപ്രോമാസിൻ, രണ്ടാമത്തത് പ്രോക്ലോർപ്രമാസിൻ. ഓക്കെ, സ്പെല്ലിംഗ് നിങ്ങൾ വാട്സപ്പിൽ നിന്ന് എഴുതിയിട്ട് ചേഞ്ച് ആയി പോകരുത്. ഒന്നാമത്തത് ക്ലോർപ്രോമാസിൻ, രണ്ടാമത്തത് പ്രോക്ലോർപ്രമാസിൻ. ഓക്കെ, ദെൻ അഞ്ചാമത്തെ ക്ലാസിഫിക്കേഷൻ 5 ഹൈഫൺ ഇട്ടിട്ട് HT3, ക്യാപിറ്റൽ ലെറ്റേഴ്സ് HT3. ഓക്കെ, 5 HT3 antagonist. ലാസ്റ്റത്തെ ക്ലാസിഫിക്കേഷൻ 5 HT3 antagonist. ഓക്കെ, അതിലും രണ്ട് ഡ്രഗ്സ് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓണ്ടൻസെട്രോൺ ആൻഡ് ഗ്രാനിസെട്രോൺ. അങ്ങനെ രണ്ട് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. 5 HT3 antagonist. ഓക്കെ, അതാണ് ലാസ്റ്റത്തെ ക്ലാസിഫിക്കേഷൻ. അതിന് എക്സാമ്പിൾസ് ഓണ്ടൻസെട്രോൺ ആൻഡ് ഗ്രാനിസെട്രോൺ. ഓക്കെ, ഒന്നുകൂടി പറയാം. ക്ലാസിഫിക്കേഷൻസ് പ്രധാനമായിട്ട് 5 ക്ലാസിഫിക്കേഷൻ ആണ് വരുന്നത്. ഒന്നാമത്തത് പ്രോകൈനറ്റിക്സ്, അതിന് രണ്ട് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. മെറ്റോക്ലോർപ്രമൈഡ് ആൻഡ് ഡോംബറിഡോൺ. ദെൻ രണ്ടാമത്തത് ആന്റി മസ്കാരിനിക്സ്, അതിലും രണ്ട് ഡ്രഗ്സ് എക്സാമ്പിൾ ആയിട്ട് ഹയോസിൻ ആൻഡ് മെക്ലോസിൻ. ദെൻ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആന്റി ഹിസ്റ്റാമിൻസ്, അതിലും സൈക്ലിസിൻ ആൻഡ് പ്രോമെത്താസിൻ എന്ന എക്സാമ്പിൾസ് വരുന്നുണ്ട്. ദെൻ
നാലാമത്തത് ന്യൂറോലെപ്റ്റിക്സ്, അതിൽ ക്ലോർപ്രോമസിൻ ആൻഡ് പ്രോക്ലോർപ്രമാസിൻ, അങ്ങനെ 2 ഡ്രഗ്സ് കൊടുത്തിട്ടുണ്ട്. ദെൻ അഞ്ചാമത്തെ ക്ലാസിഫിക്കേഷൻ 5-HT3 അന്റഗോണിസ്റ്റ്, ദെൻ ഒണ്ടൻസെട്രോൺ ആൻഡ് ഗ്രാനിസെട്രോൺ, അങ്ങനെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, മെയിൻ ക്ലാസിഫിക്കേഷൻ പ്രോകൈനറ്റിക്സ്, ആന്റി മസ്കാരിനിക്സ്, ആന്റി ഹിസ്റ്റാമിൻസ്, ന്യൂറോലെപ്റ്റിക്സ്, ദെൻ 5-HT3 അന്റഗോണിസ്റ്റ്. ഡ്രഗ്സിന്റെ പേര് നിങ്ങൾ വാട്സപ്പിൽ നിന്ന് എഴുതുക. Is it clear? Okay, next side effects. Okay, in that first one drowsiness, second one dry mouth, third one fatigue, next one constipation, next one muscle spasms. Okay, side effects le drowsiness, dry mouth, then fatigue, then constipation, muscle spasms. Muscle spasm എന്ന് പറഞ്ഞാൽ പേശി കോച്ചി പിടിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയ സൈഡ് എഫക്ട്സ്? ഓക്കെ, നെക്സ്റ്റ് കോൺട്രാ ഇൻഡിക്കേഷൻസ്. Okay, contra indications. In that first one heart failure, second one glaucoma, third one pyloric stenosis. Pyloric stenosis എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാരോവിങ് ഓഫ് ദ പൈലോറസ്. പൈലോറസ് എന്താന്ന് കഴിഞ്ഞ വർഷം ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സിസ്റ്റം മീൻസ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ പഠിച്ചതാണ് പൈലോറസ് എന്താന്നുള്ളത്. ഓക്കെ, നാരോവിങ് ഓഫ് ദ പൈലോറസ് ആണ് പൈലോറിക് സ്റ്റീനോസിസ്. അതായത് അവിടെ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകും, അങ്ങനെ നാരോ ആകും. ഓക്കെ, ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ എടുത്ത് നോക്കാം, പൈലോറസ് എന്നുള്ള ഭാഗം അതിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതിനുണ്ടാകുന്ന നാരോവിങ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ യൂറിനറി റിറ്റൻഷൻ. അടുത്ത കോൺട്രാ ഇൻഡിക്കേഷൻ യൂറിനറി റിറ്റൻഷൻ, അതായത് ഡിഫിക്കൽറ്റി ടു യൂറിനേറ്റിംഗ്, അതായത് കംപ്ലീറ്റ് ആയിട്ട് എംപ്റ്റിങ് ദ ബ്ലാഡർ, അതായത് കംപ്ലീറ്റ്ലി നമുക്ക് ബ്ലാഡർ എംപ്റ്റി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ തന്നെയാണ് യൂറിനറി റിറ്റൻഷൻ എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, കോൺട്രാ ഇൻഡിക്കേഷൻസ് ഹാർട്ട് ഫെയിലിയർ, ഗ്ലുക്കോമ, ദെൻ പൈലോറിക് സ്റ്റീനോസിസ്, ദെൻ യൂറിനറി റിറ്റൻഷൻ. Is it clear? Okay, next indications. Okay, in that first point non-specific nausea and vomiting. Non-specific nausea and vomiting means specific അല്ലാത്ത രീതിയിലുള്ള nausea and vomiting, സഡൻ ആയിട്ടുള്ള nausea and vomiting. ഇതാണ് ഒന്നാമത്തെ ഇൻഡിക്കേഷൻ. പ്രത്യേകിച്ച് കാരണമില്ലാതെ nausea and vomiting വരുന്നത്. Okay, then second point കീമോതെറാപ്പി ഇൻഡ്യൂസ്ഡ് nausea and vomiting. കീമോതെറാപ്പി ഇൻഡ്യൂസ്ഡ് nausea and vomiting, അതായത് കീമോതെറാപ്പി ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന, അതിന് ശേഷം അതിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് വരുന്ന nausea and vomiting. നെക്സ്റ്റ് ഇൻഡിക്കേഷൻ വെർട്ടിഗോ. വെർട്ടിഗോയിലും യൂസ് ചെയ്യുന്നുണ്ട്. വെർട്ടിഗോ എന്ന് പറഞ്ഞാൽ തലകറക്കം മീൻസ് അതിൽ നൊസിയാന്റെ എന്താ പറയാ നൊസിയ അല്ലെങ്കിൽ വോമിറ്റിംഗ് വരാനുള്ള ചാൻസ്, അതുകൊണ്ട് തന്നെ അതിന് യൂസ് ചെയ്യുന്നുണ്ട്. വെർട്ടിഗോ എന്ന് പറഞ്ഞ കണ്ടീഷനിൽ മീൻസ് തലകറക്കം എന്നുള്ള അർത്ഥമാണ് ആ ഒരു കണ്ടീഷനിൽ യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ പോസ്റ്റ് ഓപ്പറേറ്റീവ് നൊസിയ ആൻഡ് വോമിറ്റിംഗ്. പോസ്റ്റ് ഓപ്പറേറ്റീവ് നൊസിയ ആൻഡ് വോമിറ്റിംഗ്, അതായത് ഓപ്പറേഷന് ശേഷമുള്ള നൊസിയ ആൻഡ് വോമിറ്റിങ്ങിനെ തടയാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, പോസ്റ്റ് ഓപ്പറേറ്റീവ് നൊസിയ. പോസ്റ്റ് ഓപ്പറേറ്റീവ് എന്ന് പറഞ്ഞാൽ ഓപ്പറേഷന് ശേഷമുള്ളത്, പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശേഷമുള്ളത്. ഓക്കെ, ഓപ്പറേഷന് ശേഷമുള്ള നൊസിയ ആൻഡ് വോമിറ്റിങ്ങിനെ തടയാനും ഉപയോഗിക്കുന്നുണ്ട്. Indications: first one non-specific nausea and vomiting, second one chemotherapy induced nausea and vomiting, next one vertigo, next one post-operative nausea and vomiting. Clear ആയോ? Okay, next heading കൊടുക്കുക anti-diarrheal drugs. Next heading anti-diarrheal drugs. Okay, in that anti-diarrheal drugs are medicines that relieve diarrhea. Okay, anti-diarrheal drugs use ചെയ്യുന്നത് എന്തിനാണ്? ഡയറിയനെ ശമിപ്പിക്കാൻ അല്ലെങ്കിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. Okay, anti-diarrheal drugs are medicines that relieve diarrhea. Is it clear? Okay, next subheading കൊടുക്കുക, ഡയറിയ എന്ന് subheading കൊടുക്കുക.
Okay, in that definition, it is a loose, watery stools 3 or more times a day. It is a loose, watery stools 3 or more times a day. അതായത് ഡയറിക്കുള്ള ഒരു ഡെഫിനിഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ലൂസ് ആൻഡ് വാട്ടറി ആയിട്ടുള്ള സ്റ്റൂൾ ആയിരിക്കും. അതായത് ഒരു ദിവസത്തിൽ മൂന്നോ അതിൽ കൂടുതൽ ടൈമോ പോകുന്നതിനെയാണ് ഡയറിയ എന്ന് പറയുന്നത്. വാട്ടറി അല്ലെങ്കിൽ ലൂസ് ആൻഡ് വാട്ടറി ആയിട്ടുള്ള സ്റ്റൂള് പാസ് ചെയ്യുന്നത്, അതായത് മൂന്നോ അതിൽ കൂടുതലോ ടൈം, ഒരു ഡേ എടുത്ത ഒരു ദിവസം എടുത്താൽ ഒരു ദിവസത്തിൽ മൂന്നിൽ കൂടുതൽ പ്രാവശ്യമോ വാട്ടറി ആയിട്ട് അല്ലെങ്കിൽ ലൂസ് ആയിട്ടുള്ള സ്റ്റൂൾ പോകുന്നതിനെയാണ് ഡയറിയ എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് എ ലൂസ് വാട്ടറി സ്റ്റൂൾസ് 3 or more times a day. Is it clear? Okay. Next, causes. Subheading കൊടുക്കുക, causes. കാരണങ്ങൾ. Okay, in that first point, food poisoning. Food poisoning means എന്താ പറയുക, ഫുഡിൽ എന്തെങ്കിലും വിഷപദാർത്ഥങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, വിഷാംശം ഉണ്ടെങ്കിൽ ഡയറി വരാൻ ചാൻസ് ഉണ്ട്. Then second one, inflammatory bowel disease. ബവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദര സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങൾ, ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിലും വരാം. ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസിന് ഉദര സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടെങ്കിലും വരാം. ദെൻ മൂന്നാമത്തെ പോയിന്റ്, ഇൻഫെക്ഷൻ ബ്രാക്കറ്റിൽ വിത്ത് എ ബാക്ടീരിയ, വൈറസ് ഓർ പാരസൈറ്റ്. അതായത് ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസ് അല്ലെങ്കിൽ പാരസൈറ്റ് ഇത് മൂലമുള്ള ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും എന്താണ് ഡയറി വരാം. ദെൻ നെക്സ്റ്റ് പോയിന്റ്, സർജറി ഓർ റേഡിയേഷൻ. സർജറി എന്തെങ്കിലും ഓപ്പറേഷൻ അല്ലെങ്കിൽ റേഡിയേഷൻ തെറാപ്പി മീൻസ് ക്യാൻസറിനൊക്കെ യൂസ് ചെയ്യുന്ന റേഡിയേഷൻ അല്ലെങ്കിൽ സർജറി, അതിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ടൊക്കെ ഡയറിയ വരും. നെക്സ്റ്റ് വൺ, മാലബ്സോർപ്ഷൻ മീൻസ് കറക്റ്റ് ആയിട്ട് എന്താ പറയുക പോഷകാംശങ്ങൾ അല്ലെങ്കിൽ ഫുഡ് കറക്റ്റ് ആയിട്ട് ആഗിരണം ചെയ്യപ്പെടാത്തതിനെയാണ് മാലബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഫുഡ് അല്ലെങ്കിൽ ഫുഡിലെ ഘടകങ്ങൾ കറക്റ്റ് ആയിട്ട് ആഗിരണം ചെയ്യപ്പെടാത്ത ഇതിനെയാണ് മാലബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ആ കണ്ടീഷനിലും ഡയറി വരാം. നെക്സ്റ്റ്, ഡ്രഗ്സ്. ചില ഡ്രഗ്സിന്റെ സൈഡ് എഫക്ട്സ് ഒക്കെ ആയിട്ട് ഡയറി വരാം. നെക്സ്റ്റ്, അലർജീസ് ടു സർട്ടൻ ഫുഡ്. ചില ഫുഡിനോടുള്ള അലർജി കാരണവും ചില ഫുഡ് കഴിക്കുമ്പോൾ അതിനോടുള്ള അലർജി കാരണവും ഡയറി വരാം. നെക്സ്റ്റ് വൺ, ആൽക്കഹോൾ യൂസ്. ആൽക്കഹോൾ യൂസ് ചെയ്യുന്നത് വഴിയും ഡയറി വരാം. ലാസ്റ്റ് വൺ, ആൻസൈറ്റി മീൻസ് പേടി അല്ലെങ്കിൽ ഭയം ഉണ്ടാകുമ്പോഴും ആൻസൈറ്റി അല്ലെങ്കിൽ എന്താ പറയുക പേടി ഇതുണ്ടാകുമ്പോഴും എന്താണ് ഡയറി വരാനൊരു ചാൻസ് ഉണ്ട് ചിലരിലാണ്. ഓക്കെ, ഒന്നുകൂടി പറയാം. കോസസ്: ഫുഡ് പോയ്സണിങ്, ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ്, ഇൻഫെക്ഷൻ വിത്ത് എ ബാക്ടീരിയ, വൈറസ് ഓർ പാരസൈറ്റ്, then surgery or radiation, then malabsorption, then drugs, then allergies to certain foods, next alcohol use, last one anxiety. Is it clear? Okay, first point, food poisoning. Second one, inflammatory bowel disease. Food poisoning എന്ന് പറഞ്ഞാൽ ഫുഡിൽ എന്തെങ്കിലും വിഷാംശം അടങ്ങിയിട്ടുണ്ടെങ്കിൽ ഡയറി വരാം. സെക്കൻഡ് വൺ, ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് മീൻസ് ഉദര സംബന്ധമായ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ. നെക്സ്റ്റ് വൺ, ഇൻഫെക്ഷൻ അതായത് ബാക്ടീരിയ, വൈറസ്, പാരസൈറ്റ് ഇതിന്റെ സാന്നിധ്യത്തിലുണ്ടാകുന്ന ഇൻഫെക്ഷൻ വന്നാലും ഡയറി വരാം. നെക്സ്റ്റ്, സർജറി ഓർ റേഡിയേഷൻ, ഓപ്പറേഷൻ അല്ലെങ്കിൽ റേഡിയേഷന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് ഡയറി വരാം. നെക്സ്റ്റ്, മാൽ അബ്സോർപ്ഷൻ മീൻസ് കറക്റ്റ് ആയിട്ട് ശരീരത്തിലോട്ട് ഫുഡ് പാർട്ടിക്കിൾസ് ആഗിരണം ചെയ്തില്ലെങ്കിലും വരാം. നെക്സ്റ്റ്, ഡ്രഗ്സ് മീൻസ് ചില ഡ്രഗ്സ് എടുക്കുന്നത് വഴി അതിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ടും ഡയറി വരാം. നെക്സ്റ്റ്, അലർജി ടു സർട്ടൻ ഫുഡ്, ചില ഫുഡിനോടുള്ള അലർജി കാരണവും ഡയറി വരാം. നെക്സ്റ്റ്, ആൽക്കഹോൾ യൂസ്. നെക്സ്റ്റ്, ആൻസൈറ്റി. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അടുത്ത സെക്ഷനോട്ട് പോകാം. ഹുസ്ന, എന്താണ് എമിറ്റിക്സ്? ഓക്കെ, ഷിഹാന, what are the classifications? ഡ്രഗ്സ് പറയണ്ട, ക്ലാസിഫിക്കേഷൻ പറ.
ഓക്കെ, വേണ്ട. മ്യൂട്ട് ചെയ്താ അനുജ. എനിക്ക് സൈഡ് എഫക്ട്സ് പറ. ഓക്കെ. അതുല്യ, വാട്ട് ആർ ദ കോൺട്രാ ഇൻഡിക്കേഷൻസ്? Comatose. Okay. Hypovolemic or comatose. Okay. Okay. Okay, good. Nishana, what are the indications? Okay. Shamina. Okay, anti-emetic എന്താണ്? Okay, അതിന്റെ ക്ലാസിഫിക്കേഷൻ കൂടി പറ. ഓക്കെ, ക്ലാസിഫിക്കേഷൻ മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, ഗുഡ്. റിസാന, okay, what are the side effects? Okay. Shamna, okay, what are the contraindications? Pyloric. Then? Okay. Anuja. Anuja, indications പറ. Okay. Next. Post-operative. Okay. Husna. Okay, what do you mean by antidiarrheal drugs? Okay. Shihana. Okay, എന്താണ് ഡയറിയ? Okay. Nishana. Okay, what are the causes? Okay, good. Okay, ബാക്കി ക്ലാസ് നാളെ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. എനി ഡൗട്ട്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, താങ്ക് യു.